നമസ്കാരം. അബ്സ്ട്രാക്റ്റ് ഓൾജിബ്രയുടെ വളരെ ബേസിക് ആയിട്ടുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എക്സാമ്പിളാണ് ഇസഡ് കോൺഗ്രുവൻസ് ക്ലാസ് മോഡുലോ എന്ന് പറയുന്നത്. അതായത് നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനോട് അനുബന്ധമായിട്ടുള്ള ഒരു ഡെഫിനിഷനും ഒരു ചെറിയ പ്രപ്പോസിഷനുമാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത്. ഇസഡ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് മുമ്പത്തെ വീഡിയോസിലുണ്ട്. മനസ്സിലാവാത്തവർ മുമ്പത്തെ വീഡിയോസ് ഒന്ന് കാണുക. പ്ലേലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. Zn എന്ന് പറയുന്നത് it is a collection of set of all elements which are having a remainder a when divided by n. ഇൻറ്റിജേഴ്സിൻ്റെ ഒരു കളക്ഷനെയാണ് നമ്മൾ Zn എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ക്ലാസ്സിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആ ക്ലാസ്സിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ഡെഫിനിഷനാണ് നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത്. ഓയിലേഴ്സ് ഫൈവ് ഫംഗ്ഷൻ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ഡെഫിനിഷനാണത്. ഓയിലേഴ്സ് ഫൈവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് Euler's phi function. Okay, Euler's phi function. ഇതൊരു ഫംഗ്ഷനാണ്. ഓക്കെ, Euler's phi function എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ്. സോ ഇറ്റ്സ് എ ഫംഗ്ഷൻ ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ n. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ഫ്രം എ സെറ്റ് ഓഫ് ഓൾ ഇൻറ്റിജേഴ്സ്. നമ്മൾ ഫൈ എന്ന് പറഞ്ഞ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഇറ്റ് ഈസ് ഫ്രം സെറ്റ് ഓഫ് ഓൾ ഇൻറ്റിജേഴ്സ് ടു ദി സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് നമ്പേഴ്സ്. ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് നമ്പേഴ്സ് ഓർ നാച്ചുറൽ നമ്പേഴ്സ് ആണ് നമുക്കിവിടെ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, so നമ്മൾക്ക് ഡിഫൈൻ ചെയ്യുന്ന Euler phi function is a function from the set of all integers and it is defined on the set of all natural numbers. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്ന ഒരു നാച്ചുറൽ നമ്പർ ആയിരിക്കും. ദാറ്റ് ഈസ് കൗണ്ടബിൾ നമ്പേഴ്സ് ആയിരിക്കും. സോ എത്ര എണ്ണം ഉണ്ട് എന്നുള്ളൊരു വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇൻറ്റിജേഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു ഫംഗ്ഷനാണ് ഫൈ എന്ന് പറയുന്നത്. എത്ര എണ്ണം ഉണ്ട്, കൗണ്ടിങ് നമ്പേഴ്സ് അല്ലെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സിലേക്കാണ് ഈ ഫംഗ്ഷൻ മാപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കൗണ്ട് നമ്പർ എത്ര എണ്ണം എന്നുള്ളതാണ് നമുക്കിവിടെ കിട്ടുക. ഇതൊന്ന് നിങ്ങൾ ഓർത്ത് വെക്കണം. ഓക്കെ, ഫൈ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഈസ് ഫ്രം ഇസഡ് ടു എൻ. സോ ഫോർ എവറി ഇൻറ്റിജർ എൻ വി ഹാവ് എ നമ്പർ, എ കൗണ്ടിങ് നമ്പർ. ഓക്കെ, സോ ഫൈ എന്ന് പറയുന്നത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് അപ്പോൾ നമ്പേഴ്സ് ഇൻറ്റിജേഴ്സിലായത് കാരണം ഫൈ ഓഫ് എൻ എന്ന് പറഞ്ഞ രീതിയിലാണ് ഡിഫൈൻ ചെയ്യുന്നത്. വേർ എൻ ഈസ് ആൻ ഇൻറ്റിജർ. ഓക്കെ, യൂഷ്വലി പോസിറ്റീവ് ഇൻറ്റിജർ ആണ് നമ്മൾ എടുക്കാറ്. സോ ഇസഡ് പ്ലസ് ആണ് നമ്മളിവിടെ ഡിഫൈൻ ചെയ്യുന്നത് കേട്ടോ. സോ ഇസഡ് പ്ലസിൽ നിന്ന് എന്നിലേക്കുള്ള ഒരു ഫംഗ്ഷനാണ് ഫൈ ഓഫ് എൻ എന്ന് പറയുന്നത്. ഈ ഫൈ ഓഫ് എൻ എന്ന് പറയുന്നത് എന്ത് തരും എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ അതെന്ത് തരും എന്നുള്ളത് പറയാനായിട്ട് ഞാൻ എൻ എന്ന് പറയുന്ന ഒരു നമ്പർ, പോസിറ്റീവ് നമ്പർ എടുത്തു എന്ന് വിചാരിക്കാം. ഐ എം ടേക്കിംഗ് എൻ ടു ബി എ പോസിറ്റീവ് നമ്പർ, പോസിറ്റീവ് ഇൻറ്റിജർ. ഓക്കെ, സോ എൻ എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ സാധിക്കും? ഫൈ ഓഫ് എൻ എന്ന് പറയുന്ന ഡെഫിനിഷൻ പറയുന്നത് ഇതാണ്. ഫൈ ഓഫ് എൻ ഈസ് ദ നമ്പർ ഓഫ്, നമുക്ക് പറയാൻ സാധിക്കും ഇത് നമ്പറാണ് എന്നല്ലേ, കൗണ്ടബിൾ നമ്പറാണ്. നമ്പർ ഓഫ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ്, ഇറ്റ് ഈസ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ഓർ ദ നമ്പർ ഓഫ് ഇൻറ്റിജേഴ്സ് എത്ര എണ്ണാണോ അതെന്താണ്, ദ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ, എന്നിൻ്റെ താഴെയോ ഈക്വലോ ആയിട്ടുള്ള നമ്പർ ഓഫ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ആണ് നമുക്ക് ഫൈ ഓഫ് എൻ തരുന്നത്. അതിൻ്റെ പ്രത്യേകത ഇതാണ്, ദാറ്റ് ആർ റിലേറ്റീവ്ലി പ്രൈം ടു എൻ. റിലേറ്റീവ്ലി പ്രൈം ടു എൻ. റിലേറ്റീവ്ലി പ്രൈം ടു എൻ. വാട്ട് ഈസ് റിലേറ്റീവ്ലി പ്രൈം ടു എൻ മീൻസ്? റിലേറ്റീവ്ലി പ്രൈം ടു എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ സാധിക്കും അതിനർത്ഥം ജി സി ഡി ഓഫ് ദാറ്റ് ഇൻറ്റിജർ ആൻഡ് എൻ ഇസ് ഈക്വൽ ടു 1. ആ നമ്പർ ഇൻറ്റിജറിൻ്റെയും ആ ഇൻറ്റിജറിനെ ഞാനിപ്പോൾ എ എന്നാണ് ഡിനോട്ട് ചെയ്യണമെങ്കിൽ ജി സി ഡി ഓഫ് എ ആൻഡ് എൻ 1 ആയിട്ടുള്ള എത്ര നമ്പേഴ്സ് ഉണ്ടോ അതിനെയാണ് നമ്മൾക്ക് എത്ര എണ്ണം ഉണ്ട് എന്നുള്ളതിനെയാണ് നമ്മൾ ഫൈ ഓഫ് എൻ എന്ന് പറയുന്ന കൗണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു എക്സാമ്പിൾ നമ്മൾ പറയാം. കൺസിഡർ എൻ ഈസ് ഈക്വൽ ടു 5. ഓക്കെ, സിമ്പിൾ നമ്പർ 5. സോ ഫൈ ഓഫ് എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഇൻറ്റിജേഴ്സ് വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. സോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ പോസിറ്റീവ് ഇൻറ്റിജേഴ്സാണ് വരിക? 1 2 3 4 5 അല്ലേ? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആയിക്കഴിഞ്ഞാൽ എത്ര ഇൻറ്റിജേഴ്സ്, പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് കിട്ടും? 1 2 3 4 5. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. ഓക്കെ, സോ ഇറ്റ് ഈസ് എ നമ്പർ ഓഫ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ വിച്ച് ആർ റിലേറ്റീവ്ലി പ്രൈം ടു എൻ. സോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ജി സി ഡി ഓഫ് 1 and 5 ഈസ് ഈക്വൽ ടു 1. അപ്പോൾ 1 എന്ന് പറയുന്നത് നമുക്കിവിടെ കൗണ്ട് ചെയ്യാം. ജി സി ഡി ഓഫ് 2 and 5 എന്ന് പറയുന്നത് 1 ആണ്. ജി സി ഡി ഓഫ് 3 and 5 എന്ന് പറയുന്നത് 1 ആണ്. ജി സി ഡി ഓഫ് 4 and 5 എന്ന് പറയുന്നത് 1 ആണ്. പക്ഷേ ജി സി ഡി ഓഫ് 5 and 5 ഈസ് 5 itself. ജി സി ഡി ഓഫ് 5 and 5 ഈസ് ഈക്വൽ ടു 5. 5നെ 5നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ നമ്പർ 5 ആണ്. സോ ജി സി ഡി ഓഫ് 5 and 5 ഈസ് 5. സോ ഇവിടെ നമുക്ക് ഇറ്റ് ഈസ് ദ നമ്പർ, കൗണ്ടാണ് നമുക്കുള്ളത്. അപ്പോൾ ടോട്ടൽ എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം ഉണ്ട് അല്ലേ. സോ ഫൈ ഓഫ് 5 ഈസ് ഈക്വൽ ടു
4. That is the number of positive integers which is less than or equal to 5 that are relatively prime to 5 is 4. അത് ഏതൊക്കെ നമ്പേഴ്സ് ആണ്? 1, 2, 3 and 4. Okay. Now consider another example. Consider n is equal to 4. നമുക്ക് 4ലേക്ക് പോകാം. എങ്ങനെയാണ് നമ്മളുടെ 4ൻ്റെ കേസ് നോക്കണേന്ന് അറിയാം. So numbers which are less than or equal to 4 is 1, 2, 3 and 4. These are the positive integers which is less than or equal to 4. Now what about GCD of 1 and 4? GCD of 1 and 4 എന്ന് പറയുന്നത് 1 ആണ്. സോ 1 അവിടെ കൗണ്ട് ചെയ്യും. GCD of 2 and 4. GCD of 2 and 4 രണ്ടിനെയും 4നെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ നമ്പർ 2 ആണ്. സോ 2 നമുക്ക് കൺസിഡർ ചെയ്യാൻ സാധിക്കില്ല അല്ലേ. Now what about GCD of 3 and 4? GCD of 3 and 4 is 1 അല്ലേ. 1 ആണ് ഏറ്റവും വലിയ നമ്പർ. Now what about GCD of 4 and 4? It is 4. 4നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ നമ്പർ 4 ആണ്. GCD of 2 and 4 2 ആണ്. So that means phi of 4 is equal to 2 because we have only 2 numbers which is less than 4 that are relatively prime to 4. Relatively prime to 4 ആയിട്ടുള്ള എത്ര നമ്പേഴ്സ് ഉണ്ട്? GCD 1 ആയിട്ടുള്ള എത്ര നമ്പേഴ്സ് ഉണ്ട്? 1ഉം 3ഉം മാത്രമേ ഉള്ളൂ. So we have 2 numbers which are relatively prime to 4 and less than or equal to 4. Okay. Let us consider another example. Take n is equal to some 9. Okay. So numbers which are less than or equal to 9, that is 1 to 8. That is 1, 2, 3, 4, 5, 6, 7, 8, 9. So these are the numbers which are relatively less than or equal to 9. ഇനി ഇതിൽ നിന്ന് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള നമ്പേഴ്സ് എടുക്കണം. 1 എടുക്കാം, പിന്നെ ഇത് 2 എടുക്കാം. കാരണം ഇത് ഓഡ് നമ്പർ അല്ലാത്ത കാരണം ഈവൻ നമ്പർ 9 ഒരു ഓഡ് നമ്പർ ആയത് കാരണം ഈവൻ നമ്പേഴ്സിൻ്റെ കേസുകൾ മാത്രം നമുക്ക് നോക്കാം. പിന്നെ ഈവൻ നമ്പേഴ്സിൻ്റെ കേസായിട്ടുള്ള 2 നമുക്ക് നോക്കാം. സോ 1 ഓക്കെയാണ്, 2 ഓക്കെയാണ്, 3 പറ്റില്ല അല്ലേ. കാരണം 3 എന്ന് പറയുന്നത് നമുക്കിവിടെ എന്താണ് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാമെന്ന് 3² ആണ് നമ്മളുടെ 9 എന്ന് പറയുന്നത്. സോ 3 പറ്റില്ല. പിന്നെ 4 പറ്റും, ഓക്കെയാണ്. 5 പറ്റും ബിക്കോസ് ഇറ്റ് ഈസ് പ്രൈം. 6 പറ്റില്ല, 6 നമുക്ക് ചെയ്യാൻ പറ്റില്ല ബിക്കോസ് ഇറ്റ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3 ആൻഡ് GCD ഓഫ് 6 and 9 is 3. GCD ഓഫ് 6 and 9 എന്ന് പറയുന്നത് 3 ആണ്. അതേപോലെ തന്നെ GCD ഓഫ് 3 and 9 3 തന്നെയാണ്. സോ അത് രണ്ടും നമുക്ക് പറ്റില്ല. വാട്ട് അബൌട്ട് 7? ഇറ്റ് ഈസ് ഓക്കെ. 8 ഓക്കെ. 9 പറ്റില്ല. 9ൻ്റെയും GCD ഓഫ് 9 and 9 എന്ന് പറയുന്നത് 9 ആണ് അല്ലേ. സോ ദാറ്റ് മീൻസ് phi of 9 എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും? ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് കൗണ്ട് ആണ് നമുക്ക് വേണ്ടത്. ഒരു നമ്പർ, 2 നമ്പർ, 3ാമത്തെ നമ്പർ, 4ാമത്തെ നമ്പർ, 5ാമത്തെ നമ്പർ, 6ാമത്തെ നമ്പർ. സോ ദാറ്റ് മീൻസ് 6 നമ്പേഴ്സ് നമുക്ക് ഇവിടെ ഉണ്ട് വിച്ച് ആർ ലെസ് ദാൻ 9 ആൻഡ് റിലേറ്റീവ്ലി പ്രൈം ടു 9. ഏതൊക്കെയാണത്? 1, 2, 4, 5, 7, 8. Okay, so this is the value of that is a count of numbers which are less than 9 and relatively prime to 9. That is GCD of an 1 ആവുന്ന കേസ്. ഓക്കെ. സോ പ്രൈം നമ്പേഴ്സ് ആണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഒരു കേസ് നോക്കുകയാണെങ്കിൽ n is equal to 17 ആണെങ്കിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം പ്രൈം നമ്പേഴ്സ് ആണെങ്കിൽ അതിൻ്റെ താഴെയുള്ള എല്ലാ നമ്പേഴ്സും റിലേറ്റീവ്ലി പ്രൈം ആയിരിക്കും അല്ലേ. സോ GCD of every number which is less than or equal to 17 less than 17 is equal to എന്താണ് ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 1, 2, 3 അങ്ങനെ പോയി എത്ര വരെ ഉണ്ടാവും? 16 വരെ ഉണ്ടാവും. 17 ഇവിടെ 17 ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ നമ്പേഴ്സും 17നോട് റിലേറ്റീവ്ലി പ്രൈം ആണ് ബിക്കോസ് 17 ഈസ് എ പ്രൈം നമ്പർ. അപ്പോൾ അതിൻ്റെ താഴെയുള്ള ഒരു നമ്പർ വെച്ചിട്ട് അതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. സോ phi of 17 is 16. സോ ഏതൊരു പ്രൈം നമ്പർ ആണെങ്കിലും വാട്ട് അബൌട്ട് phi of 29? ഇറ്റ് വിൽ ബി 28. So phi of a prime number p will be is equal to p minus 1. That is for sure. Because p എന്ന് പറയുന്നത് പ്രൈം നമ്പർ ആയത് കാരണം പ്രൈം നമ്പറിൻ്റെ താഴെയുള്ള ഒരു നമ്പർ കൊണ്ടും അതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. സോ പ്രൈം നമ്പർ വരെയുള്ള 1 മുതൽ പ്രൈം നമ്പറിന് താഴെ വരെയുള്ള എല്ലാ നമ്പേഴ്സും ദാറ്റ് ഈസ് 1 to p minus 1 എന്ന് പറയുന്ന എല്ലാ നമ്പേഴ്സും എന്തായിരിക്കും? അതിനോട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള നമ്പേഴ്സ് ആയിരിക്കും. സോ GCD എന്ന് പറയുന്നത് അതിൻ്റെ GCD എന്ന് പറയുന്നത് 1 ആയിരിക്കും. സോ phi of any prime number p where p is prime, p എന്ന് പറയുന്ന പ്രൈം നമ്പറിനോട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള നമ്പേഴ്സ് p-1 ആണ്. സോ phi of p is p-1. ദാറ്റ് ഈസ് ഫോർ ഷുവർ. ഓക്കെ. ഇനി പക്ഷേ നമുക്ക് ഇപ്പോൾ ഒരു phi of നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ phi of 79 അല്ലെങ്കിൽ 78 നോക്കുകയാണെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ 77, phi of 116 അങ്ങനെയൊക്കെ പറഞ്ഞ് വലിയ വലിയ നമ്പേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 1 മുതൽ 77 വരെയുള്ള നമ്പേഴ്സ് എടുത്തിട്ട് അതിന് ഏതിനോടാണ് റിലേറ്റീവ്ലി പ്രൈം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നോക്കാനായിട്ട് അത്ര എളുപ്പമല്ല. സോ വി നീഡ് എൻ ഇക്വേഷൻ ഓർ വി നീഡ് സം ഫോർമുല അല്ലേ. ഫോർമുല നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ. ഈ ഫോർമുലയാണ് അടുത്ത പ്രൊപ്പോസിഷനിലായിട്ട് പറയുന്നത്.
അതിന് മുമ്പ് ഒരു പ്രത്യേക കാര്യം നമ്മൾ പറയുന്നുണ്ട്. ഫൈ ഓഫ് 1 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 1 ബിക്കോസ് 1ൻ്റെ താഴെ 1നോട് ഈക്വലൻ്റ് ആയിട്ട് 1ന് താഴെയുള്ള നമ്പർ 1 മാത്രമുള്ളൂ. GCD 1 ആയിട്ടുള്ളത് അല്ലേ. 1ൻ്റെ താഴെയോ ഈക്വലോ ആയിട്ടുള്ള ഒരേ ഒരു നമ്പർ മാത്രമേ ഉള്ളൂ 1 ആണ്. ആൻഡ് 1ൻ്റെ GCD 1 തന്നെയാണ്. സോ ഫൈ ഓഫ് 1 എപ്പോഴും നമ്മൾ ഡിഫോൾട്ടായിട്ട് 1 ആണ് ഉപയോഗിക്കാറ്. അത് പ്രത്യേകം ഓർക്കണം. അപ്പോൾ 1ഓ 1ൻ്റെ താഴെയോ ഉള്ള നമ്പേഴ്സാണ് നമ്മൾ നോക്കുക. സാധാരണ ബാക്കിയുള്ള നമ്പേഴ്സ് നോക്കുമ്പോൾ അതിനോട് തന്നെ അത് റിലേറ്റീവ്ലി പ്രൈം അല്ലാത്ത കാരണം നമ്മൾ അത് നെഗ്ലക്റ്റ് ചെയ്യും. സോ 1 എടുക്കുമ്പോൾ എപ്പോഴും 1ഉം 1ൻ്റെ താഴെയുള്ള നമ്പേഴ്സും 1ൻ്റെ താഴെ നമ്പേഴ്സ് ഒന്നും ഇല്ലാത്തത് കാരണം 1 എടുക്കുന്നുണ്ട്, അതൊന്ന് കൺസിഡർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഫൈ ഓഫ് 1 എല്ലായ്പ്പോഴും നമ്മൾ 1 ആയിട്ടാണ് നമ്മൾ എടുക്കുക. ഓക്കെ, ഇനി അടുത്ത ഒരു തിയറം അല്ലെങ്കിൽ ഒരു പ്രപ്പോസിഷൻ പറയുന്ന ഇതാണ്. If the prime factorization of n is given by, we have a prime factorization for the number n, that is n is equal to some p1 raised to alpha 1, p2 raised to alpha 2, etc. pk raised to alpha k is the prime factorization of any number n, then phi of n can be written as the equation of formula for phi of n is equal to n into 1 minus 1 by p1 into 1 minus 1 by p2 into etc. 1 minus 1 by pk. This is the equation for prime phi of n, that is the formula for phi of n. Phi of n ന്റെ ഫോർമുല എന്ന് പറയുന്നത് ഇതാണ്. That is, if n has a prime factorization like this, ഇങ്ങനെ ഒരു prime factorization എക്സിസ്റ്റ് ചെയ്യും, അത് യൂണീക്ക് ആണ് എന്നുള്ളത് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്മെറ്റിക് ആണ്, നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു കാര്യമാണ്. സോ ഫൈ ഓഫ് എൻ എന്ന് പറയുന്നത് എന്താണ്? അങ്ങനത്തെ ഒരു പ്രൈം ഫാക്ടറൈസേഷൻ ഉണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് n ഈസ് ഈക്വൽ ടു 1 മൈനസ് 1 ബൈ p1 ഇൻറ്റു 1 മൈനസ് 1 ബൈ p2. ദാറ്റ് മീൻസ് 1 മൈനസ് 1 മൈനസ് ദ പ്രൊഡക്റ്റ് ഓഫ് 1 മൈനസ് the reciprocal of these primes. അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വേഷൻ. ഓർ ഇൻ അതർ വേർഡ്സ് ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ലൈക്ക് ദിസ്: n ഇൻറ്റു പ്രൊഡക്റ്റ് i ഈക്വൽ ടു 1 to k 1 മൈനസ് 1 ബൈ പി ഐ എന്ന് പറഞ്ഞ് നമുക്ക് ഇങ്ങനെ എഴുതാൻ സാധിക്കും. അതായത് ഓരോ പ്രൈമിൻ്റെയും റെസിപ്രോക്കൽസ് 1ൽ നിന്ന് കുറച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? നമ്മൾ അതിൻ്റെ പ്രൊഡക്റ്റുകൾ എടുത്തിട്ട് അതിനെ നമ്മൾ n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ഫൈ ഓഫ് എൻ. ഇതിൻ്റെ പ്രൂഫ് നിങ്ങൾക്ക് സിലബസിലില്ല, പക്ഷേ അതൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇടുന്നതായിരിക്കും. ജസ്റ്റ് ഫോർ ഒരു റെഫറൻസ് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് എങ്ങനെയാണ് ഈ ഒരു ഇക്വേഷൻ ഫോർമുല ഫോർ ഫൈ ഓഫ് എൻ നമുക്ക് കണ്ടുപിടിക്കണേ എന്നുള്ളത്. സോ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്കൊരു എക്സാമ്പിളിലേക്ക് പോവാം. വി ഹാവ് ടു ഫൈൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഫൈൻഡ് ഫൈ ഓഫ് 10. ഫൈ ഓഫ് 10 എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഫൈ ഓഫ് 10 എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ്. വി നീഡ് ടു ഫൈൻഡ് ഫൈ ഓഫ് 10. സോ വി ഹാവ് ടു ഫൈൻഡ് ദ പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് 10. What is the prime factorization of 10? It is 2 into 5, isn't it? 2 into 5 എന്ന് പറയുന്നതാണ് prime factorization എന്ന് പറയുന്നത്. 2 raised to 1 into 5 raised to 1. That is the prime factorization. So that means phi of 10 എന്ന് പറയുന്നതിന് നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? Phi of 10 ഇവിടെ n-ൻ്റെ സ്ഥാനത്ത് 10 ആണ്, ആൻഡ് p1-ൻ്റെ സ്ഥാനത്ത് 2 ആണ്, p2-ൻ്റെ സ്ഥാനത്ത് 5 ആണ്. ആൽഫ 1 ആൽഫ 2 ഒന്നും നമുക്കിവിടെ കൺസിഡർ ചെയ്യേണ്ടതില്ല, പക്ഷേ കൺസിഡർ ചെയ്താലും ആൽഫ 1 എന്ന് പറയുന്നത് 1ഉം ആൽഫ 2 എന്ന് പറയുന്നത് 1ഉം ആണ്. So that means phi of 10 എന്ന് പറയുന്നതിൻ്റെ ഇക്വേഷൻ if we are substituting directly, it is equal to n into 1 minus 1 by p1 into 1 minus 1 by p2. രണ്ട് പ്രൈംസ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഇവിടെ വെച്ച് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. So what will be the answer? 10 into 1 by 2 into 1 minus 1 by 5 is 4 by 5. So this is the answer, and when you cancel 2 and 5 with the 10, you will get 4. So the number of positive integers which is less than 10 and relatively prime to 10 are 4. Let us check. നമ്മളൊന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് 10 വരെയുള്ള നമ്പേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് ഇവിടെ എഴുതാം അല്ലേ. 1 2 3 4 5 6 7 8 9 10 അല്ലേ. ഇതാണ് 10നോട് താഴെയോ അല്ലെങ്കിൽ ഈക്വലൻ്റോ ആയിട്ടുള്ള നമ്പേഴ്സുകളെല്ലാം. അപ്പോൾ ഇതിനോട് GCD 1 ആയിട്ടുള്ള നമ്പേഴ്സുകൾ ഞാൻ പറക്കിയെടുക്കാൻ പോവുകയാണ്. GCD 1 ആയിട്ടുള്ള നമ്പർ 1, ഓഫ് കോഴ്സ് 1 എന്ന് പറയുന്നത് എന്തായാലും GCD 1 ആയിട്ടുള്ള നമ്പറാണ്. സോ 1 ഈസ് ഫോർ ഷുവർ. വാട്ട് അബൌട്ട് 2? ശരിയല്ല, ബിക്കോസ് GCD ഓഫ് 2 ആൻഡ് 10 എന്ന് പറയുന്നത് 2 ആണ്. സോ 2 നമുക്കിവിടെ കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 നമുക്ക് ചെയ്യാൻ സാധിക്കില്ല, ബിക്കോസ് GCD ഓഫ് 2 and 10 is equal to 2 അല്ലേ. 2 ആണ് നമ്മളുടെ GCD എന്ന് പറയുന്നത്. 3 ഓക്കെ ആണ് അല്ലേ. ബട്ട് വാട്ട് അബൌട്ട് 4 ഓക്കെ അല്ല, ബിക്കോസ് GCD ഓഫ് 4 and 10 എന്താണ്? ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ഓഫ് 4 and 10 is 2 is equal to 2. അപ്പോൾ 4 പറ്റില്ല.
Now what about 5? 5 ഒട്ടും പറ്റില്ല, because 5 is divisible, 5 divides 10, so 5 നമുക്ക് പറ്റില്ല. 6 again പറ്റില്ല, because GCD of 6 and 10 is again 2. ഈവൻ നമ്പേഴ്സ് ഒന്നും തന്നെ പറ്റില്ല, because 10 is an even number, so ഈവൻ നമ്പേഴ്സ് അപ്പം തന്നെ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ഇനി ബാക്കിയുള്ള നമ്പേഴ്സിൽ വെച്ച് 1 ഓക്കെയാണ്, 3 ഓക്കെയാണ്, 5 ഓക്കെ അല്ല. Now 7 okay ആണ്, because it is a prime number which does not divide 10, and 9 also, it is also okay. So that means നമുക്ക് 4 numbers ആണ് ഇവിടെ കിട്ടിയേക്കണേ, 1, 3, 7 and 9. So the number of positive integers less than or equal to 10 that are relatively prime to 10 is 4. So by equation it is true, and by നമ്മളൊന്ന് അനലൈസ് ചെയ്തപ്പോഴും ക്രോസ് ചെക്ക് ചെയ്തപ്പോഴും it is true. Okay, so ഇതേപോലെ വേറൊരു ഇക്വേഷനും കൂടെ നമുക്ക് നോക്കാം. 5 of 36. Let's find 5 of 36 here. Now what about 36? 36ന്റെ ഇക്വേഷൻ ഏതാണ്? 36നോട് റിലേറ്റീവ്ലി 36ന്റെ പ്രൈം ഫാക്ടറൈസേഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 36 എന്ന് പറയുന്നത് 6 സ്ക്വയർ ആണ്, or it is 2 square into 3 square. അല്ലേ, 2 square into 3 square. So what is n here? n is 36, and p1 is equal to 2 and p2 is equal to 3. So what is 5 of 36? 5 of 36 എന്ന് പറയുന്നതിന് ഇക്വേഷൻ കൊടുത്തു കഴിഞ്ഞാൽ it is equal to n into 1 minus 1 by p1 into 1 minus 1 by p2. So it is equal to 36 into 1 minus 1 by 2 is 1 by 2, and 1 minus 1 by 3 is 2 by 3. So when you cancel this and you cancel this, you will get 12. So the number of integers, positive integers, which is less than or equal to 36 that are relatively prime to 36 are 12. ഏതൊക്കെയായിരിക്കും 12 നമ്പേഴ്സ്? നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അറിയാനായിട്ട്. 1 ഓക്കെയാണ്, എന്തായാലും ഉണ്ടാവും. 2 പറ്റില്ല, ഈവൻ നമ്പർ ആയത് കാരണം. 3 പറ്റില്ല, ബിക്കോസ് 3 ഈസ് ഡിവിസിബിൾ. 4 പറ്റില്ല, 5 പറ്റില്ല, 5 പറ്റും. ഓക്കെ, 5 ഈസ് പോസിബിൾ. വാട്ട് അബൌട്ട് 6? ഒബ്വിയസ്ലി നോട്ട്, ബിക്കോസ് 6 സ്ക്വയർ ഈസ് ഈക്വൽ ടു 36 അല്ലേ. 6 പറ്റില്ല, 7 പറ്റും, 8 പറ്റില്ല, 9 പറ്റില്ല. കാരണം എന്താണ്? 9ൻ്റെയും 36ൻ്റെയും GCD 3 ആണ്. ഒരു കോമൺ ഫാക്ടർ ഉണ്ട് അല്ലേ. കോമൺ ഫാക്ടറുകളുള്ള ഒന്നും പറ്റില്ല. സോ 9 പറ്റില്ല, 10 പറ്റില്ല, 11 പറ്റും, ബിക്കോസ് ഇറ്റ് ഈസ് ആൻ പ്രൈം നമ്പർ വിച്ച് ഡസ് നോട്ട് ഡിവൈഡ്സ് 36. 13 പറ്റും, 12 പറ്റില്ല എന്തായാലും, 13 പറ്റും, 14 പറ്റില്ല, 15 പറ്റില്ല, 16 പറ്റില്ല, 17 പറ്റും, 18 പറ്റില്ല, 19 ഓഫ് കോഴ്സ്. Now next number will be 23. ബാക്കിയുള്ള 9 ഇടയിലുള്ള നമ്പേഴ്സും പറ്റില്ല. Now next number will be 25, because 24 does not. It has common divisor 12, 3 and all. So 25 ആണ് നെക്സ്റ്റ് വൺ, പിന്നെ 29 ആണ് നെക്സ്റ്റ് നമ്പർ, ആൻഡ് 31 ആണ് അടുത്ത നമ്പർ, ആൻഡ് 35 ആണ് അടുത്ത നമ്പർ. ഇത്രയും നമ്പേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. ജസ്റ്റ് കൗണ്ട് ദ നമ്പർ ഓഫ് കൗണ്ട് ദ സെറ്റ്. എത്ര നമ്പേഴ്സ് ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. Yes, these are the numbers which are less than 36 and relatively prime to 36. So 12 എന്ന് പറയുന്നത് ഒബ്വിയസ് ആണ്. ഓക്കെ, സോ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്, നമുക്ക് ഇവിടെ ഉള്ളൊരു ഇമ്പോർട്ടൻസ് എന്താണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. ZN എന്ന് പറയുന്ന ഒരു ക്ലാസ്, ZN എന്ന് പറയുന്നത് എന്തായിരുന്നു? ഇറ്റ് ഈസ് 0n, 1n, 2n എന്ന് പറയുന്ന സെറ്റാണെന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു അല്ലേ. ZN എന്ന് പറയുന്ന ക്ലാസ്, ഇറ്റ് ഈസ് ദ കളക്ഷൻ ഓഫ് ദിസ് സെറ്റ്സ്. ദിസ് 0n എന്ന് പറയുന്ന സെറ്റ്, 1n എന്ന് പറയുന്ന സെറ്റ്, ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് ക്ലാസ്സസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. 0 ലീഡറായിട്ട് വരുന്ന ഒരു ഗ്രൂപ്പ്, 1 ലീഡറായിട്ട് വരുന്ന ഒരു ഗ്രൂപ്പ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അതിൽ നമ്മൾ മുമ്പത്തെ ഒരു വീഡിയോയിൽ നമ്മളൊരു തിയറി പറഞ്ഞിരുന്നു. ദാറ്റ് ഈസ് ZNലെ യൂണിറ്റ് എലമെൻസുകൾ അല്ലെങ്കിൽ പിന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവൈസസ് ഓഫ് 0 മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഒന്നെങ്കിൽ അതിലുള്ള ഡിവൈസസോ 0യോ അല്ലെങ്കിൽ അതിനുള്ള യൂണിറ്റ് എലമെൻസോ ഉണ്ടാവുകയുള്ളൂ. ഈ യൂണിറ്റ് എലമെൻസിൻ്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞിരുന്നു. ദേ ആർ പ്രിസൈസ്ലി ദ ക്ലാസ് AN വേർ GCD ഓഫ് A and N is equal to 1. സോ GCD ഓഫ് A and N 1 ആയിട്ടുള്ള ANകൾ മാത്രമാണ് ZNൽ ഡിവൈസസ് ഓഫ് 0 ഉണ്ടാവുക എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഇനി ഈ ക്ലാസ്സിൽ എന്നിൻ്റെ താഴെയുള്ള നമ്പേഴ്സ് ആയത് കാരണം ZNലെ യൂണിറ്റ് എലമെൻറ്റ്സ്, അതായത് GCD 1ഉം Nഉം ആയിട്ടുള്ള നമ്പർ ഓഫ് യൂണിറ്റ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 5 of n ആയിരിക്കും. ബിക്കോസ് ഫ്രം ഇൻ ദ സെറ്റ് 0, 1, 2 etc. up to n-1 there are precisely 5 of n numbers which are relatively prime to n, that is which has GCD 1. Isn't it? 5 of n elements ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു 1 മുതൽ n വരെയുള്ള നമ്പേഴ്സിൽ, അതായത് എന്നിന് താഴെയുള്ള നമ്പേഴ്സിൽ എത്ര നമ്പേഴ്സാണ് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള അല്ലെങ്കിൽ GCD 1 ആയിട്ടുള്ള നമ്പേഴ്സ് ഉണ്ടാവുന്നത്? 5 of n. അങ്ങനെ അത് ലീഡറായിട്ട് വരുന്ന അല്ലെങ്കിൽ ആ നമ്പർ ലീഡറായിട്ട് വരുന്ന ഈ ഗ്രൂപ്പിലെ എലമെൻസുകളെല്ലാം എന്തായിരിക്കുന്നതാണ് ഇവിടെ നമ്മൾ പറഞ്ഞിരുന്നത് മുമ്പ്? യൂണിറ്റ് എലമെൻറ്റ്സ് ആയിരിക്കും എന്നാണ് പറഞ്ഞിരുന്നത്. സോ ZNൽ എത്ര യൂണിറ്റ് എലമെൻറ്റ്സ് ഉണ്ട്? വി ഹാവ് 5 of n യൂണിറ്റ് എലമെൻറ്റ്സ് ഇൻ ZN.
ഈ ഫൈ ഓഫ് എൻ യൂണിറ്റ് എലമെൻസിനെ എല്ലാം കൂടെ ഞാൻ പെറുക്കി എഴുതി കഴിഞ്ഞാൽ ആ സെറ്റിന് എനിക്ക് പ്രത്യേക നൊട്ടേഷൻ കൊടുക്കാം, ഇസഡ് എൻ സ്റ്റാർ എന്ന് പറഞ്ഞു കൊടുക്കാം. So Zn star is the set of all unit elements in Zn, that is the set of all congruence classes A which are having GCD 1 and GCD 1 with respect to n, that is GCD of A and n 1 ആയിട്ടുള്ള കളക്ഷൻ ഓഫ് Zn-കളായ ഇത്തരം an-കളുടെ എല്ലാം കൂടെ കളക്ഷനെ ഞാൻ എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു Zn സ്റ്റാർ. ഫോർ എക്സാമ്പിൾ Z6 സ്റ്റാർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സെറ്റ് 1 5 1n 1 6 and 5 6. These are the two unit elements in 6 എന്ന് പറയുന്നത്. നോക്കിയേ, 5 of 6 എന്ന് പറയുന്നത് എന്താണ്? 6ൻ്റെ താഴെയുള്ളതും അല്ലെങ്കിൽ റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള എത്ര നമ്പേഴ്സ് ഉണ്ട്? 1 ഉണ്ട്, പിന്നെ 2 പറ്റില്ല, 3 പറ്റില്ല, 4 പറ്റില്ല, 5 ഉണ്ട്. സോ 2 നമ്പേഴ്സ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. സോ Z6 സ്റ്റാറിലും 2 എലമെൻറ്റ്സ് ഉണ്ട്. 5 of 6 എന്ന് പറയുന്നതും 2 തന്നെയാണ്. ബിക്കോസ് 2 നമ്പേഴ്സ് മാത്രമേ ലെസ് ദാൻ 6 ഓർ വിച്ച് ആർ റിലേറ്റീവ്ലി പ്രൈം ടു 6 ഉള്ളൂ. അപ്പോൾ കാർഡിനാലിറ്റി ഓഫ് Zn സ്റ്റാർ ഈസ് ഈക്വൽ ടു 5 of n. ദാറ്റ് ഈസ് അനദർ റിസൾട്ട്. ദ കാർഡിനാലിറ്റി ഓഫ് ദ സെറ്റ് Zn സ്റ്റാർ, ദാറ്റ് ഈസ് ദ സെറ്റ് ഓഫ് ഓൾ യൂണിറ്റ് എലമെൻറ്റ്സ് ഇൻ Zn, അതെന്താണ്? 5 of n ആണ്. ഓക്കെ, ഇത് വെച്ചിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തിയറം നമുക്ക് പറയാനുണ്ട്. ദാറ്റ് ഈസ് കോൾഡ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 തിയറംസ് നമുക്ക് പറയാറുണ്ട് ഈ GCD 5 of n എന്നുള്ള ഒരു എലമെൻറ്റ് വെച്ചിട്ട്, അല്ലെങ്കിൽ 5 of n എന്ന് പറയുന്ന ഫംഗ്ഷൻ വെച്ചിട്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 തിയറംസ് ആണത്. ഒരെണ്ണം ഫെർമാറ്റ്സ് തിയറം, ഒരെണ്ണം ഓയിലേഴ്സ് തിയറം. സോ ഫെർമാറ്റ്സ് തിയറം ആൻഡ് ഓയിലേഴ്സ് തിയറം. ഫെർമാറ്റ്സ് തിയറം ആൻഡ് ഓയിലേഴ്സ് തിയറം. ഓയിലേഴ്സ് തിയറം, ഈ 2 തിയറംസും ഒരു എന്താ പറയുകയാണ്, ഒരേ കാര്യം തന്നെയാണ് പറയുന്നത്. സോ ഫെർമാറ്റ്സ് തിയറം ഈസ് ആക്ച്വലി എ സ്പെഷ്യൽ കേസ് ഓഫ് ഓയിലേഴ്സ് തിയറം. ഇതിൻ്റെ 2 എണ്ണത്തിൻ്റെ ഡെഫിനിഷൻസ് ഇത്രേ ഉള്ളൂ. അതായത് ഫെർമാറ്റ്സ് തിയറം, ഓയിലേഴ്സ് തിയറം പറയുന്നത് a raised to 5 of n ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 mod n എന്നാണ്. എന്താണ് ഓയിലേഴ്സ് തിയറം പറയുന്നത്. ആൻഡ് വെൻ n ഈസ് ഈക്വൽ ടു പ്രൈം നമ്പർ p, എ പ്രൈം നമ്പർ p, ദാറ്റ് ഈസ് എ കേസ് ഫോർ ഫെർമാറ്റ്സ് തിയറം. ദാറ്റ് ഈസ് a raised to p minus 1 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 mod p. This is Fermat's theorem. So because phi of n when n is prime is p minus 1. സോ ഇത് രണ്ടും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ തിയറം തന്നെയാണ്. ജസ്റ്റ് ഒരു സ്പെഷ്യലൈസേഷൻ, ഒരു സ്പെഷ്യൽ കേസാണ് ഫെർമാറ്റ്സ് തിയറം എന്ന് പറയുന്നത്. രണ്ടും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാവുന്നതാണ്. നമ്മളിവിടെ സോൾവ് ചെയ്യുന്നത് ഓയിലേഴ്സ് തിയറം നമ്മൾ പ്രൂവ് ചെയ്യും, അതിൽ നിന്ന് ഒരു സ്പെഷ്യൽ കേസായിട്ട് ഫെർമാറ്റ്സ് തിയറം പ്രൂവ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, സോ ഓയിലേഴ്സ് തിയറം പ്രൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫെർമാറ്റ്സ് തിയറം പറയാനായിട്ട് വളരെ എളുപ്പമാണ്. p-1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഓയിലേഴ്സ് തിയറത്തിൻ്റെ പ്രൂഫായിരിക്കും നമുക്ക് കൊടുക്കാം. ഓക്കെ, സോ എനി ഡൗട്ട്സ് യു മേ പ്ലീസ് ആസ്ക് ദ ക്വസ്റ്റ്യൻസ് ആസ് എ കമൻറ്റ് ബോക്സ്. So thank you for watching the video.